കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓഫീസിൽ വെച്ച് സാന്ദ്ര മാഡവും രാജാറാം സാറും പറഞ്ഞെങ്കിലും സാറിനോട് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു എന്നുള്ള വാർത്ത എന്നിൽ ഞെട്ടലുണ്ടാക്കിയെങ്കിലും ഞാനത് വലിയ കാര്യമാക്കിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പം എനിക്ക് ബോധ്യായി സാറിൻ്റെ ഈ മൗനത്തിനും തീരുമാനത്തിനും ഒരേ അർത്ഥമാണെന്ന്. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്തിനാണെന്ന് അറിയേണ്ട കാര്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ബാധ്യത സാറിനുണ്ടെന്നാ ഞാൻ കരുതുന്നത്. ശരിയാ, ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എന്റേതായിരുന്നെങ്കിലും ഞാൻ എപ്പോൾ തിരികെ പോണെന്ന് തീരുമാനിക്കേണ്ടത് സാറ് തന്നെയാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ തന്നെ. ഇനിയും നീണ്ടൊരു കാത്തിരിപ്പിന് ഞാൻ ഒരുക്കമാണെന്ന് എന്നെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീലക്ഷ്മി ഇപ്പോ അടുത്തില്ല എന്നൊരു തോന്നലാണ് ഞാൻ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്, അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനിയൊരു പുനഃപ്രതിഷ്ഠ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചാലും എനിക്കതിന് സാധിക്കില്ല. സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി പോലെ ആവാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ എപ്പോഴോ സാറിന്റെ ശ്രീലക്ഷ്മിയായി മാറി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ സാർ ആഗ്രഹിക്കുന്ന ശ്രീലക്ഷ്മിയാവാൻ എനിക്ക് പറ്റാത്തിടത്തോളം കാലം ഞാൻ സാറിന്റെ ജീവിതത്തിൽ ഒരധികപ്പെറ്റ് തന്നെയാ. എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, എന്നെ പറഞ്ഞു വിടാതിരുന്നൂടെ? എല്ലാവരുടെയും സ്നേഹം
ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തില് ചോദിച്ചു പോയതാ ഞാൻ. ബാക്കി വെച്ച സ്നേഹവും കരുതലും ആവോളം അനുഭവിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ സാർ എന്നെ അനുവദിക്കണം. ക്ഷമിക്കണം. തന്റെ ഈ അപേക്ഷ ഞാൻ മുഖവിലക്കെടുത്താൽ തന്നെ അത് ഞാൻ ഇയാളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാവും. കാരണം താനിപ്പോ ചെറുപ്പമാണ്. ഇനിയും വലിയൊരു ജീവിത സാധ്യത തന്റെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. എന്റെ സ്വാർത്ഥ ഇഷ്ടത്തിനു വേണ്ടി താൻ ആ വാതിൽ കൊട്ടിയടയ്ക്കരുത്. തനിക്ക് മുന്നിലുള്ള വലിയ ലോകത്ത് ഇവിടെയുള്ളവരെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന കുറെ പേർ തന്റെ ജീവിതത്തിലേക്ക് വരും. അന്ന് തനിക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരു മുത്തശ്ശിക്കഥയ്ക്ക് സമമായ കൗതുകം നിറഞ്ഞ കഥകൾ മാത്രമായിരുന്നു എന്ന്. ചിലപ്പോ അങ്ങനെയാവാം. മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഇവിടെയുള്ളവരെ പോലെ എല്ലാവരും എന്റെ ജീവിതത്തിലേക്ക് വന്നാലും സാറിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടുമോ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഭർത്താവ്, ഏതൊരമ്മയെ ആഗ്രഹിക്കുന്ന മകൻ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാ. ഹലോ, ആ സാൻഡ്ര, മുറ്റത്തോ? ഓ, ഞാനിത് വരുന്നു. എന്താ സാൻഡ്ര, എന്തേ രാത്രിയില്? എനിക്ക് പറയാനുള്ള കാര്യം ഈ രാത്രിയിൽ തന്നെ പറയണമെന്ന് തോന്നി. കാരണം നാളെ നേരം പുലർന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ പറയുന്നതിന് അർത്ഥമില്ലാതാവും. അതുകൊണ്ടാ ഇപ്പൊ തന്നെ വന്നതും. സാൻഡ്ര, കം ഓൺ, കം ടു ദ പോയിന്റ്. ഞാൻ എന്തിനാണ് വന്നതെന്നും ആരുടെ കാര്യമാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നതെന്നും സാറിന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. എന്നിട്ടും സാർ എന്തിനാ ഈ ഒളിച്ചോടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിനെ ഉപദേശിക്കാനും സാറിന്റെ തീരുമാനങ്ങളെ തിരുത്താനും ഒന്നും ഞാൻ ആളല്ല എന്നെനിക്കറിയാം. രവിചന്ദ്രവർമ്മൻ എന്ന ആളുടെ മുമ്പില് ഈ സാൻഡ്ര എത്രയോ ചെറുതാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുക, ശ്രീലക്ഷ്മി മാഡത്തെ തിരികെ പറഞ്ഞയക്കരുത് സാർ. ഇന്നല്ലെങ്കിൽ നാളെ ഈ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും തിരികെ കിട്ടാത്ത വിധത്തില് നഷ്ടമായെന്ന് വരും. സാറിന്റെ ചിന്തകളും സാറിന്റെ വിശ്വാസങ്ങളും ഒരിക്കലും ചാഞ്ചാടുന്ന ഒന്നായിരിക്കില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. സാൻഡ്ര പറയുന്നത് ശരിയായിരുന്നാൽ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇനിയും ഞാൻ കാത്തിരിക്കേണ്ടത്? നീലഹസ്തി എന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ശ്രീലക്ഷ്മിയുടെ രൂപസാദൃശ്യം കൊണ്ട് എന്നെയും സാൻഡ്രയെ ഉൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പെൺകുട്ടി, കൺമണി. സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രീലക്ഷ്മിയെ പോലെ. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ മെനഞ്ഞെടുത്ത് ഓരോ സാഹചര്യങ്ങളിൽ ശ്രീലക്ഷ്മിയുമായി ബന്ധിപ്പിച്ച് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാവും ശരി. പണത്തിനു വേണ്ടി കൺമണി ഇങ്ങനെ ഒരു വേഷം കിട്ടി. ഇപ്പോ ആ വേഷം അഴിച്ചു വെക്കാൻ സമയമായി. പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ അന്തമില്ലാതെ തുറന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തെ തകർക്കുകയുള്ളൂ. അവളുടെ പണത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങളെ, അവളുടെ നിവർത്തികേടിനെ നമ്മൾ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യുകയല്ല സാൻഡ്ര.
കളി അറിയാതെ കളിക്കളത്തിൽ നിൽക്കുന്ന അവളെ നമ്മൾ ഓരോ നിമിഷവും പറ്റിക്കല്ലേ? ഇതൊരിക്കലും എന്റെ ശ്രീലക്ഷ്മി അല്ല സാൻഡ്ര. അതെനിക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നെയും എന്റെ പ്രണയത്തെയും ഓർക്കാൻ തക്കവണ്ണം പല സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നിമിഷത്തിൽ പോലും രവിയെ ഓർക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും, ഇപ്പൊ ഇവിടെയുള്ളത് എന്റെ ശ്രീലക്ഷ്മി അല്ല എന്ന്. എന്ത് കാര്യം കൊണ്ടായാലും എന്നെ അപരിചിതനായി കണ്ട് അകറ്റി നിർത്താൻ ഒരിക്കലും എന്റെ ശ്രീലക്ഷ്മിക്ക് കഴിയില്ല. വാക്കുകൾ കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് പ്രണയിച്ചവർക്ക് ഒരിക്കലും അന്യോന്യം ഒന്നും മറച്ചുവെക്കാൻ ഒരു പരിധിക്കപ്പലും ആവില്ല സാൻഡ്ര. സാറ് പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കാൻ സാറ് കണ്ടെത്തിയ ന്യായീകരണങ്ങള് ആദ്യം ശരി. ഇപ്പൊ നേരെ വിപരീതമായി ചിന്തിച്ച് ഇത് ശ്രീലക്ഷ്മി അല്ല എന്ന വിശ്വാസത്തിൽ എത്തി നിൽക്കുന്ന സാറിനോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എങ്കിലും ഒരു കാര്യം പറയാതെ പോകാനും ആവില്ല. ചില ഇഷ്ടങ്ങൾക്ക് ജീവനോളം വിലയുണ്ടെന്ന് മനസ്സിലായാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരോട് പല രീതിയിലും പെരുമാറേണ്ടി വരും. പരസ്പര ഇഷ്ടത്തില് സന്തോഷം മാത്രം ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. മനസ്സ് മുറിയുന്ന വേദനയിലും അനുസരണയോടെ ഒരാൾ മറ്റൊരാളെ പിരിയാൻ തയ്യാറായാൽ ആ ഇഷ്ടത്തെ ഒരു ത്രാസിലും നമുക്ക് അളക്കാനാവില്ല സർ. രണ്ടുപേര് ഒന്നിച്ച് നടന്ന വഴികളില് ഇനി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് സാറ് തിരിച്ചറിയണം. ആ ഒറ്റപ്പെടൽ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണെന്ന് മനസ്സിലാക്കണം. സാൻഡ്ര പറയുന്നത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഒറ്റയ്ക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുന്ന എന്റെ അരികിലേക്ക് ഒരിക്കൽ ശ്രീലക്ഷ്മി വരും. ആ കാത്തിരിപ്പാണ് ഇനി എന്റെ ജീവിതത്തിന്റെ ആധാരശില. സർ,
ഞാൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടണമെന്നില്ല. നാളെ എന്റെ കൈകൊണ്ട് ചെയ്യേണ്ടത് ഇന്ന് നിന്റെ കൈകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അല്പസുഖത്തിന് വേണ്ടിയിട്ടുള്ള തരികിട പരിപാടികളൊക്കെ നിർത്തണം കൺമണി. തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിൽ ബോധ്യം വന്ന പിന്നെ മറ്റൊരു ചിന്ത അരുത്. കണ്ണിറുക്കി അങ്ങ് അടച്ചേക്കണം. നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ആ ഇരുട്ടില് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടേ വെള്ളി വെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറക്കാവൂ. പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇവിടെ സമയം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. പകയും വിദ്വേഷവും എനിക്കാണുള്ളത് ശരി. രവിചന്ദ്രവർമ്മന്റെ മരണത്തിന് ഉത്തരവാദിയാകേണ്ടതും ഞാൻ തന്നെയായിരിക്കും. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ യോഗ്യത നിനക്കാണ്. അവൻ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രീലക്ഷ്മിയുടെ രൂപമുള്ള കൺമണി എന്ന നിനക്ക് ഒറ്റ പിടച്ചിലുകൊണ്ടുള്ള സുഖമരണം അവൻ അർഹിക്കുന്നില്ല. എങ്കിലും ചെയ്യുന്നത് നീ ആയതുകൊണ്ട് അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം ഉണ്ടാവും. അതിനുള്ള ആയുധം നിന്നിലേക്ക് വന്നു ചേർന്നോളൂ. കാഞ്ചി വലിക്കുന്നതിന് തൊട്ടു മുമ്പ് നീ അവനെ ഓർമ്മപ്പെടുത്തണം. ഇതാണ് രാജനന്ദിനിയെ കൊന്നതിന് ഈ രാഗസുധ അവനു കൊടുക്കുന്ന വിരലടയാളം പതിപ്പിച്ച ശിക്ഷയെന്ന്. പിന്നൊരു പിടച്ചിലിന് പോലും സമയം കൊടുക്കരുത്. ഒരു ബുള്ളറ്റ്, ഒരേ ഒരു ബുള്ളറ്റ് രവിചന്ദ്രവർമ്മന്റെ തിരുനെറ്റിയിലേക്ക് ഈ രാഗസുധയുടെ ഇഷ്ടദാനം. ദാ ഇവിടെ